ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് കണ്ടത് നമ്മളതിൻ്റെ തിയറി പോർഷൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കണം. പ്രോബ്ലത്തിൽ കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു തിയറി പോർഷനും കൂടി നമുക്കൊന്ന് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. ടാക്സ് ഓൺ ഡിവിഡൻഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഒരു ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഈടാക്കും. ഓക്കെ, അപ്പോൾ അതിന് ഗവൺമെൻറ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയും, TDS പിടിക്കും. അപ്പോൾ ആ TDS പിടിച്ചതിന് ശേഷം മാത്രമേ ഈ കമ്പനിക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ, ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതായത് ഇപ്പോൾ ഒരു 100 രൂപ ഒരാൾക്ക് ഡിവിഡൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% എന്ത് പിടിക്കുക, ഈ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് പിടിക്കുക. അപ്പോൾ അതിൻ്റെ ആദ്യമേ അവർ ആ 10% പിടിച്ചതിന് ശേഷം ഇപ്പോൾ 100 രൂപ കൊടുക്കേണ്ട ആൾക്ക് 90 രൂപ മാത്രമേ കമ്പനി കൊടുക്കുകയുള്ളൂ. കാര്യം 100 രൂപേൻ്റെ 10% എന്താണ്, 100 രൂപ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എത്ര രൂപ വരിക, 10% എന്ന് പറയുമ്പോൾ 10 രൂപയാണ് ഡിവിഡൻഡ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആയിട്ട്. അപ്പോൾ അത് പിടിച്ച് വെച്ചതിന് ശേഷം മാത്രമേ 90 രൂപയാണ് ആർക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഷെയർ ഹോൾഡർക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ഹാൻഡ്സ് ഓഫ് റെസിപ്ഷ്യന്റ് ഓർ ഷെയർ ഹോൾഡർ, but now companies distributing dividend are required to pay tax on such dividends. This is known as corporate dividend tax. It is payable within 14 days from the date of declaration. അതായത് ഇത് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് അതായത് ഇത്രയും ഡിവിഡൻഡ് കൊടുക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് 14 ദിവസത്തിനുള്ളിൽ ഈ ടാക്സ് പിടിച്ചു വെച്ചിട്ട് ആർക്ക് കൊടുക്കുക, ഗവൺമെൻറ്റിന് കൊണ്ടുപോയിട്ട് അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഷുഡ് ബി നോട്ടഡ്. അപ്പോൾ അത് നോക്കണ്ട, നമ്മൾ ഇത് മുതൽ ഇതുവരെ നോട്ടിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം ഒന്ന് നോക്കാം. എക്സാമ്പിൾ എ ആണ്. ശ്രീദേവി ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് ₹5 lakh. അപ്പോൾ ഇതിൻ്റെ നോമിനൽ ക്യാപിറ്റലാണ് 5 lakh. അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കണം. ഓക്കെ, നമ്മൾ ചാപ്റ്ററിലൊക്കെ ഈ നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ കാണിക്കുന്ന നേരത്ത് നമ്മളത് ശ്രദ്ധിക്കാറില്ലായിരുന്നു. കാര്യം അത് എത്ര നമ്പർ ഓഫ് ഷെയർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഷെയറിൻ്റെ വില എത്ര എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുമായിരുന്നു. അല്ലാതെ നമ്മുടെ അക്കൗണ്ടിങ് എൻട്രീസിലേക്ക് നമ്മളത് ചേർക്കാറില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതേണ്ട ഒരു സാധനമാണ് ഈ നോമിനൽ ക്യാപിറ്റൽ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് താഴെ എന്താ പറയുന്നത്, ദി ഫോളോയിങ് ട്രയൽ ബാലൻസ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓൺ 31st March 2019. അപ്പോൾ താഴെ പറയുന്ന ട്രയൽ ബാലൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെ തയ്യാറാക്കാനാണ് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നമ്മുടെ. അപ്പോൾ ഇവിടെ ഓരോ ഐറ്റംസ് ഈ ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസ് എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്ന ഐറ്റംസ്, അതായത് അക്കൗണ്ട്സ് ഒക്കെ കൃത്യമായിട്ട് ഡെബിറ്റിൽ എഴുതേണ്ട ഡെബിറ്റിലും ക്രെഡിറ്റിൽ എഴുതേണ്ട ക്രെഡിറ്റിലും എഴുതി വെക്കുക. എന്നിട്ട് ഈ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കണക്കുകൾ കൃത്യം അതിൻ്റെ അർത്ഥമാറ്റിക് ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളത് +2 ലെവലിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അതിൽ ഒരു സൈഡിൽ ഡെബിറ്റിൽ എഴുതുന്ന ഐറ്റംസ് ഒക്കെ എഴുതും. അത് മെയിനായിട്ട് അസറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഐറ്റംസും പിന്നെ എക്സ്പെൻസുകളാണ് ഇവിടെ വരിക. പിന്നെ ക്രെഡിറ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലയബിലിറ്റീസും പിന്നെ ഇൻകംസും ആണ് ക്രെഡിറ്റിൽ വരിക. ഓക്കെ, അപ്പോൾ ഇത് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കണം, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും. ഇപ്പോൾ ഇവിടെ ഓരോ ഐറ്റം നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ബിൽഡിങ് എന്ന് വെച്ചാൽ അസറ്റാണ്, അതേപോലെ മെഷീനറി അസറ്റാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റാണ്. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ടും ബാലൻസ് ഷീറ്റിലേക്ക് വരും. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് പ്രോഫിറ്റ് കാണാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് പ്രോഫിറ്റ് ലോസിലേക്ക് പരിഗണിക്കും. പിന്നെ പർച്ചേസസ് അത് പ്രോഫിറ്റ് ലോസിലേക്കാണ് പരിഗണിക്കുക. സാലറി പ്രോഫിറ്റ് ലോസിലേക്കാണ് പരിഗണിക്കുക, ചിലവാണ്. അപ്പോൾ അത് പ്രോഫിറ്റ് ലോസിലേക്ക് പരിഗണിക്കും. ഡയറക്ടേഴ്സ് ഫീ പ്രോഫിറ്റ് ലോസിലേക്ക് പരിഗണിക്കും. റെൻറ്റ് പ്രോഫിറ്റ് ലോസിലേക്ക് പരിഗണിക്കും. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റിൽ കൊടുത്തിരിക്കുന്ന സെയിൽസ് നമുക്ക് ഇൻകമാണ്, അത് പ്രോഫിറ്റ് ലോസിലേക്കാണ് പരിഗണിക്കുക. സാലറി ഔട്ട്സ്റ്റാൻഡിങ് അത് ലയബിലിറ്റിയാണ്. പിന്നെ സാലറീൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്, അത് പ്രോഫിറ്റ് ലോസിലേക്കും വരും, അതേപോലെ ബാലൻസ് ഷീറ്റിലേക്കും വരും. ഇത് പ്രധാനമായിട്ടും പ്രോഫിറ്റ് ലോസിലേക്കാണ് പോവുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് പ്രധാനമായിട്ടും ബാലൻസ് ഷീറ്റിലേക്കാണ് പോവുക. പിന്നെ ഷെയർ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലേക്കാണ് പോവുക.
ജനറൽ റിസർവ് അത് ബാലൻസ് ഷീറ്റിലേക്കാണ് പോവുക. ഈ പ്രോഫിറ്റ് ലോസ് പ്രധാനമായിട്ടും ബാലൻസ് ഷീറ്റിലേക്കാണ് പോവുക. ഓക്കെ, ഇനി ഇതിന് താഴെ ഐറ്റംസ് വരുന്നുണ്ട്, ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ തന്ന ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഡെബിറ്റിൽ വീണ്ടും ഐറ്റംസ്. അപ്പോൾ റെൻറ്റ് വരുന്നുണ്ട്, അത് പ്രോഫിറ്റ് ലോസിലേക്കാണ് പോവുക. ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ലോസിലേക്ക് പോവുക, കാര്യം ചിലവാണ്. ബാഡ് ഡെപ്റ്റ് പ്രധാനമായിട്ടും പ്രോഫിറ്റ് ലോസിലേക്കാണ് പോവുക. പിന്നെ അത് കുറച്ച് നമ്മൾ എവിടെ കാണിക്കുക വേണം, ബാലൻസ് ഷീറ്റിൽ കാണിക്കുക വേണം. ആ ഡെപ്റ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് കുറച്ചിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക വേണം. ഇൻട്രസ്റ്റ് എക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതെന്താണ്, അത് ബാലൻസ് ഷീറ്റിലേക്കാണ് പ്രധാനമായിട്ട് പോവുക. അത് ചെറിയൊരു അംശം അത് പ്രോഫിറ്റ് ലോസിലേക്ക് കാണിക്കുകയും ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് ലോസിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും വരും. പിന്നെ എന്താണ്, 12,000 ഷെയർസ് ഓഫ് എയ്ഡ്, 12,000 ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് ഓഫ് ₹8 പെയ്ഡ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിലേക്കാണ് പോവുക. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് അത് പ്രോഫിറ്റ് ലോസിലേക്കാണ് വരിക. ലൂസ് ടൂൾ ബാലൻസ് ഷീറ്റിലേക്കാണ് പോവുക. അഡ്വാൻസ് ടാക്സ്, അപ്പോൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞത് എവിടേക്കൊക്കെ വരും എന്ന് വെച്ചാൽ അത് പ്രധാനമായിട്ടും ബാലൻസ് ഷീറ്റിലേക്കാണ് പോവുക. പിന്നെ അതെ, പ്രധാനമായിട്ടും അത് ഒരു അസറ്റാണത്, ഡിഫേർഡ് ടാക്സ് അസറ്റാണ്. പിന്നെ സൺട്രി എക്സ്പെൻസ് പ്രോഫിറ്റ് ലോസിലേക്ക്, ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റാണ്, ബാങ്ക് ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, പിന്നെ ഈ ജനറൽ റിസർവ് നേരത്തെ പറഞ്ഞതാണ് എന്നാണ് ഓർക്കുന്നത്, അത് ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൽ പോകേണ്ട സാധനമാണ്. പിന്നെ പ്രോഫിറ്റ് ലോസ് ബാലൻസ് ഷീറ്റിലേക്ക് പോവുക. ക്രെഡിറ്റർ നമുക്കറിയാം ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട ഐറ്റമാണ്. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ, അപ്പോൾ ഈ ഡിപ്രിസിയേഷനൊക്കെ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. നമ്മൾ എന്താണ് ആ അസറ്റിൽ നിന്ന് കുറയ്ക്കേണ്ട എമൗണ്ടുകളാണ്. പിന്നെ ഈ എമൗണ്ടുകൾ എവിടെയും കാണിക്കുകയെന്ന് വെച്ചാൽ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ പ്രധാനമായിട്ടും ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ഐറ്റമാണ്. പിന്നെ 14% ഡിബെഞ്ചേഴ്സ് പ്രധാനമായിട്ടും വരിക ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ, അപ്പോൾ അക്രൂഡ് ഇൻകം ബാലൻസ് ഷീറ്റിലും വരും. പിന്നെ അതെന്താണ് പ്രോഫിറ്റ് ലോസിലേക്ക് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകമാണ്, അപ്പോൾ അത് പ്രോഫിറ്റ് ലോസിലേക്കാണ് കാണിക്കുക. അൺക്ലെയിംഡ് ഡിവിഡൻറ്റ്, അൺക്ലെയിംഡ് ഡിവിഡൻറ്റ് കാര്യങ്ങളൊക്കെ ബാലൻസ് ഷീറ്റിലാണ് പ്രധാനമായിട്ടും കാണിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ടോട്ടലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഇതിന് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി വരുന്നുണ്ട്, ഈ ചോദ്യത്തിന് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടി വരുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് ഒക്കെ ആണ്, അത് ഇവിടെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അവിടെ കൊടുക്കേണ്ടത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്നല്ല കൊടുക്കേണ്ടത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2019 ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇതിന് പകരം കൊടുക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്നാണ്. ഓക്കെ, ആസ് അറ്റ് ദാറ്റ് ഡേ ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ താഴെ പറയുന്ന ഇൻഫർമേഷൻ കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ 80,000. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ കൊടുത്തിട്ടില്ലായിരുന്നു ചോദ്യത്തിൽ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ പറഞ്ഞെന്താണ്, ക്ലോസിംഗ് സ്റ്റോക്കിനെ കാട്ടും 80,000 രൂപ കുറവാണ് ഓപ്പണിംഗ് സ്റ്റോക്കിന് എന്നതാണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ഇവിടെ നേരത്തെ കൊടുത്തിരുന്നത് 90,000 ആയിരുന്നു. അപ്പോൾ അതിനേക്കാളും എത്രയാണ്, 80,000 രൂപ കുറവെന്ന് പറയുമ്പോൾ 10,000 rupees ആയിരിക്കും ഇതിന് വരിക, ഓപ്പണിംഗ് സ്റ്റോക്കിന് വരിക. ഓക്കെ, പിന്നെ പ്രൊവൈഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അറ്റ് 4% ഓൺ ഡെപ്റ്റേഴ്സ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 4% കൊടുത്തിരിക്കുന്നത്. പിന്നെ മേക്ക് എ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അറ്റ് 50,000, അതായത് ടാക്സ് അടയ്ക്കേണ്ടത് 50%, അതിൻ്റെ ഒരു പ്രൊവിഷൻ കൂടി കാണണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഡിപ്രിസിയേഷൻ ഓഫ് ₹8,000 ഓൺ ബിൽഡിംഗ് ആൻഡ് ദാറ്റ് ഓഫ് 12,000 ഓൺ മെഷീനറീസ്. അതായത് ഡിപ്രിസിയേഷനിൽ 8,000 രൂപ ബിൽഡിങ്ങിലും അതേപോലെ 12,000 രൂപ മെഷീനറിക്കും കൂടി നമ്മൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ദ ഡയറക്ടേഴ്സ് റെക്കമെൻഡ് എ ഡിവിഡൻഡ് ഓഫ് 25%, അതായത് ഇവിടെ ഡിവിഡൻഡ് ആയി കൊടുക്കേണ്ടത് 25% പറയുന്നത്. ഓക്കെ, വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റിയും അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും തയ്യാറാക്കണം. അപ്പോൾ അത് നമുക്ക് മെല്ലെ അതിൻ്റെ ഫോർമാറ്റ് വരച്ചിട്ട് നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റിയും തയ്യാറാക്കാം. തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ഫോർമാറ്റ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഫോർമാറ്റ് കണ്ടതാണ്, ഇവിടെ പെർട്ടിക്കുലേഴ്സ്, ഇവിടെ നോട്ട് നമ്പർ, ഇവിടെ എമൗണ്ട്. ഓക്കെ,
ഇവിടെ മുകളിൽ ഹെഡിങ് ആയിട്ട് എഴുതേണ്ടത് ശ്രീദേവി ലിമിറ്റഡ് എന്നാണ് ഹെഡിങ് ആയിട്ട് എഴുതേണ്ടത്. അതിന് താഴെയായിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ്, പിന്നെ അതിന് ആ ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾ എഴുതി വെക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഇതിന് തൊട്ടടുത്ത പേജിൽ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. കാര്യം ഇതിനൊക്കെ നോട്ടായിട്ട് നമുക്ക് ഇവിടെ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന്റെ ഹെഡിങ് വരിക നോട്ട് നമ്പർ ആണ്. നോട്ട് നമ്പർ ഇവിടെ വരും, പിന്നെ ഇവിടെ പെർട്ടിക്കുലേഴ്സ് വരും, ഇവിടെ എന്താണ് എമൗണ്ട് വരും. ഓക്കെ, ഇവിടെ പെർട്ടിക്കുലേഴ്സ്, ഇവിടെ എമൗണ്ട് വരും. കാര്യം ഇവിടെ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിലേക്ക് ഏതൊരു ഐറ്റം എഴുതുന്നതിനെക്കാട്ടി മുൻപായിട്ട് ഈ നോട്ടിൽ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ എമൗണ്ട് കൃത്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ അങ്ങോട്ടേക്ക് എടുത്ത് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇത് എന്താണ്, ഓരോന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട്, അതായത് ആദ്യം ഇതിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അങ്ങോട്ട് ചെയ്യുക, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിലേക്ക് എഴുതുക. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിൽ ആദ്യമായിട്ട് എഴുതേണ്ട ഐറ്റം എന്താണെന്ന് വെച്ചാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റം. ഓക്കെ, അതായത് നമ്മുടെ ഓപ്പറേഷൻസിൽ, അതായത് ബിസിനസിന്റെ ഓപ്പറേഷൻസിൽ എത്ര വരുമാനം ബിസിനസിന് കിട്ടിയെന്നാണ് ആദ്യം തന്നെ നമ്മൾ എഴുതി വെക്കേണ്ടത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എഴുതി വെക്കുക. ഓക്കെ, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. അപ്പോൾ ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോട്ടിൽ പോയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ നോട്ട് എന്ന് വെച്ചാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. അപ്പോൾ അത് സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കമ്പനിയുടെ ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ സെയിലാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിൽ ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റം എന്താണ്, സെയിൽസ് ആണ്. സെയിൽസിന് എമൗണ്ട് എത്രയാണ്, 5,20,000. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, 5,20,000. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യമായിട്ട് റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ട് അതർ ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എഴുതണം. അപ്പോൾ നോട്ട് നമ്പർ 2 എന്ന് വെച്ചിട്ട് നമ്മൾ എന്താ ആണ് എഴുതേണ്ടത്, അതർ ഇൻകം എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ അതർ ഇൻകം എത്രയെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇവിടെ ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ക്രെഡിറ്റ് സൈഡിൽ കാണുന്ന ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 12,000 രൂപ എന്താണ്, അത് അതർ ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആദ്യം തന്നെ ഇവിടെ എഴുതി വെക്കുക. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റണം, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിലേക്ക് മാറ്റണം. ഓക്കെ, നേരത്തെ കണ്ട നോട്ടിൽ നിന്ന്, അതായത് നോട്ട്സ് എഴുതി വെച്ചതിൽ നിന്ന് ഇതെങ്ങോട്ട് എടുത്ത് മാറ്റി എഴുതുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിലേക്ക് എടുത്ത് മാറ്റി എഴുതുക. അപ്പോൾ ആദ്യം എഴുതുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. അതിലെ നോട്ട് നമ്പർ നമ്മൾ ആദ്യം എഴുതിയത് നോട്ട് നമ്പർ 1 ആണ്. ഓക്കെ, ആ നോട്ട് നമ്പർ 1 നോക്കിക്കഴിഞ്ഞാൽ അതെന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതിൽ വലിയ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും വന്നിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതിയതാണ്. ഓക്കെ, അത് എത്ര എമൗണ്ട് വരുന്നത്, 5,20,000 ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത എന്താണ്, അതർ ഇൻകം ആണ്. അതർ ഇൻകം നോട്ട് നമ്പർ 2 ആണ്. അത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് അതർ ഇൻകം ആയിട്ട് എഴുതിയത്. അതെന്താണ്, 12,000 രൂപയാണ് വരുന്നത്. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ റവന്യൂ എത്ര വരുന്നത്, 5,32,000 രൂപയാണ് ടോട്ടൽ റവന്യൂ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എഴുതാനുള്ളത്, ഈ ടോട്ടൽ റവന്യൂവിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം, വരുന്ന എല്ലാ എക്സ്പെൻസുകളും ഈ ടോട്ടൽ റവന്യൂവിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ആണ്. ഏറ്റവും വലിയ എക്സ്പെൻസ് എന്താ വരുന്നതെന്ന് വെച്ചാൽ പർച്ചേസസ് ആണ്. അപ്പോൾ പർച്ചേസസ് എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ പർച്ചേസസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 2,10,000 രൂപയാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, 2,10,000 രൂപയാണ് പർച്ചേസ് കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ്. അപ്പോൾ റിയൽ പർച്ചേസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പർച്ചേസിന്റെ കൂടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, അതേപോലെ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസും ചെയ്യണം. അപ്പോഴാണ് ഈ അഡ്ജസ്റ്റഡ് പർച്ചേസിന് റിയൽ വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റഡ് പർച്ചേസിന്റെ എമൗണ്ട് 2,10,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് എത്രയാണ്, 90,000 രൂപയാണ്. മൈനസ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര വരുന്നു വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിരിക്കുന്നത് 10,000 രൂപയാണ്. കാര്യം ക്വസ്റ്റ്യനിലെ അഡ്ജസ്റ്റ്മെന്റ് ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റ്മെന്റിൽ എന്താ പറയുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ ₹80,000. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് 80,000 രൂപ കൂടുതലാണ് ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാട്ടും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വില എന്ന് വെച്ചാൽ 90,000 രൂപയാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരിക്കും, 10,000 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന്റെ എമൗണ്ട് എടുത്ത് എഴുതുക. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി കഴിക്കുന്ന നേരത്ത് 2,10,000 നിന്ന് 80,000 ആണ് ആഡ് ചെയ്യുക. അപ്പോൾ 2,90,000 രൂപയാണ് പർച്ചേസ് ആയിട്ട് വരിക. പർച്ചേസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പെൻസ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ എഴുതേണ്ടത് ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ഇൻവെന്ററി. അപ്പോൾ അത് നമ്മൾ ആ നോട്ടിന്റെ സെക്ഷനിൽ പോയിട്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതേണ്ടത്. ചേഞ്ച് ഇൻ ഇൻവെന്ററീസിന്റെ നോട്ട് നമുക്കൊന്ന് എഴുതാം. നോട്ട് നമ്പർ 3 ആണ് വരിക. ഹെഡിങ് ആയിട്ട് നിങ്ങൾ എഴുതുക ചേഞ്ച് ഇൻ ഇൻവെന്ററീസ്. ചേഞ്ച് ഇൻ
ഇൻവെന്ററീസ് ബ്രാക്കറ്റിൽ എഴുതുക സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഓക്കെ, അതിന് താഴെയായിട്ട് എഴുതുക ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതുക. എത്രയാണ് എമൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ 10,000 ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് 10,000 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് താഴെ എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുക, അത് 90,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെന്ററി എത്രയാണ് വരുന്നത്? 80,000 ആണ് വരുന്നത്. അപ്പോൾ അത് നെഗറ്റീവ് ഫിഗർ ആണ് വരുന്നത് അല്ലേ? അതായത് ഇവിടെ മൈനസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അതായത് ചേഞ്ച് ഇൻ ഇൻവെന്ററീസിൽ ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അത് കഴിഞ്ഞിട്ട് താഴെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുക, അത് മൈനസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് എത്രയാണ്? 80,000 ആണ്. അപ്പോൾ ഈ ഒരു 80,000 എങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എടുത്ത് ഇൻവെന്ററീസ് നമ്മൾ എങ്ങോട്ടേക്ക് എടുത്ത് എഴുതി? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിലേക്ക് എടുത്ത് എഴുതി. അപ്പോൾ അതിൽ നോട്ട് നമ്പർ 3 ഇത് വരുന്നത്. അപ്പോൾ അതിന്റെ കാൽക്കുലേഷൻ എവിടെ ഉള്ളത്? ആ നോട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന്റെ കാൽക്കുലേഷൻ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് കാണാനായിട്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താ നമ്മൾ എഴുതേണ്ടത്? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ നമ്മുടെ ഫോർമാറ്റിൽ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഫോർമാറ്റ് നോക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിൽ പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമാറ്റിൽ എല്ലാ ഐറ്റവും എഴുതുന്നില്ല. അതായത് നമ്മുടെ ട്രയൽ ബാലൻസിൽ അതിൽ പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്, അതായത് സാലറി കമ്മീഷൻ ഒക്കെയാണ് എംപ്ലോയീസിന് കൊടുക്കേണ്ടത്. അത് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? സാലറി മാത്രമേ എംപ്ലോയി ബെനിഫിറ്റ് ആയിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കത് നോട്ടിലേക്ക് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിന്റെ നോട്ട് തയ്യാറാക്കിയതിനു ശേഷം അതിന്റെ എമൗണ്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എഴുതാം. അപ്പോൾ അതിൽ 4ാമത്തെ നോട്ടായിട്ട് എഴുതിയിരിക്കുന്നത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. അത് സാലറീസ് മാത്രമേ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ എമൗണ്ട് എത്ര വരുന്നതെന്ന് വെച്ചാൽ 60,000 ആണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് സാലറീസിൽ വരുന്നത്. ഓക്കെ, ഇനി ഈ എമൗണ്ട് എടുത്തിട്ട് എങ്ങോട്ട് എഴുതുക? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിലേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ പോലും പ്രോഫിറ്റ് ലോസിൽ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചാൽ തന്നെ വലിയൊരു ആൻസർ ആയി ഇതിന്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ എന്തും ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അതായത് ഫിനാൻഷ്യൽ പൊസിഷനും സാലറിയും കൂടി വരുന്ന വലിയൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ചെറിയ കണക്കിന്, അതായത് വളരെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമല്ല ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ രണ്ടും കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷേ നമുക്ക് ടൈം ഒരിക്കലും എക്സാമിനേഷന് നമ്മൾ 2.5 മണിക്കൂർ ഇതിന് മതിയാവില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന നേരത്ത് ഇത് ഒരു എഴുതി പഠിക്കാന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റിൽ ഇത്ര വലിയൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, ബെനിഫിറ്റ് എക്സ്പെൻസിന് നേരെ നോട്ട് നമ്പർ 4 വരുന്നത്. എമൗണ്ട് എത്ര വരുന്നത്? 60,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമാറ്റിൽ താഴെയായിട്ട് ഓരോന്നുണ്ടാവും. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഫോർമാറ്റിൽ താഴെയായിട്ട് ഒരുപാട് ഐറ്റംസ് വേറെയും വരുന്നുണ്ട്. അപ്പോൾ അതിൽ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഫിനാൻസ് കോസ്റ്റ് ആണ്. ഓക്കെ, ഫിനാൻസ് കോസ്റ്റ്. അപ്പോൾ ഫിനാൻസ് കോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെയാണ് ഫിനാൻസ് കോസ്റ്റിൽ വിടുക. അപ്പോൾ ഫിനാൻസ് കോസ്റ്റിൽ വരുന്ന ഐറ്റം ഏതാന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ആണ്. അതായത് ഡിബെഞ്ചർ എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഫിനാൻസ് പോലെയാണ്, നമ്മൾ കടമായിട്ട് വാങ്ങിയ പോലെയാണ് ഡിബെഞ്ചർ എന്ന് വെച്ചാൽ. അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഫിനാൻസ് കോസ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതിന്റെ എമൗണ്ട് എത്രയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര കൊടുത്തിരിക്കുന്നത്? 28,000 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സിന് വരുന്നത്. ഓക്കെ, ഇനി ഈ 28,000 രൂപ നമ്മൾ അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റാം, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എടുത്ത് മാറ്റാം. ഫിനാൻസ് കോസ്റ്റ് നോട്ട് നമ്പർ 5 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 28,000 രൂപ എഴുതി വെച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിന്റെ ഫോർമാറ്റിൽ പറയുന്നത്. അപ്പോൾ അതാണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ആ ഫോർമാറ്റ് നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ എന്താണ് കൃത്യമായിട്ടാണ് ഈ ഓരോ ഐറ്റംസ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ തന്നിരിക്കുന്ന ഫോർമാറ്റ് ഒന്ന് പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു മെയിൻ ഹെഡിങ് ആണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷനിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നോട്ടിൽ പോയിട്ട് അത് എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ അത് ഏതാ വരിക? നോട്ട് നമ്പർ 6 ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത നോട്ട് എന്താണ്? നോട്ട് നമ്പർ 6 ആണ് തയ്യാറാക്കേണ്ടത്. നോട്ട് നമ്പർ 6 നിങ്ങൾ ആദ്യം എഴുതുക ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ.
ഓക്കെ. അപ്പോൾ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? അത് ബിൽഡിങ്ങിൽ വരുന്നുണ്ട്, പിന്നെ അത് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ, ബിൽഡിങ്ങിലും പ്ലാന്റ് ആൻഡ് മെഷീനറിയിലും ഡിപ്രിസിയേഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സിൽ എന്താ പറയുന്നത്? അഡ്ജസ്റ്റ്മെന്റ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബിൽഡിങ്ങിൽ 8000 രൂപയും പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 12000 രൂപയാണ് ഡിപ്രിസിയേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ്സിലുള്ളതാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ആ ട്രയൽ ബാലൻസിൽ കാണുന്ന ഡിപ്രിസിയേഷൻ, ട്രയൽ ബാലൻസിൽ ഡിപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ 20000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ താഴെ എടുത്തിട്ട് 8000 12000 രൂപയാണെന്ന് വെച്ചിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്താൽ എത്ര എമൗണ്ട് വരുന്നത്? ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ 20000 രൂപയാണ് ഡിപ്രിസിയേഷൻ വരുന്നത്. ഈ എമൗണ്ട് ആണ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിലേക്ക് എഴുതി വെക്കേണ്ടത്. നേരെ 20000 രൂപ എന്ന് എഴുതി വെക്കുക. അത് നമ്മുടെ നോട്ടിൽ നിന്ന് എടുത്തിങ്ങോട്ട് എഴുതി വെക്കുക. നോട്ട് നമ്പർ 6 വരുന്നത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് അതർ എക്സ്പെൻസസ് ആണ്. മറ്റെന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു പോയിന്റിന്റെ അകത്താണ് വരേണ്ടത്. അതർ എക്സ്പെൻസസ്, അത് നോട്ട് നമ്പർ 7 വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ട്സിന്റെ പേജിൽ എഴുതി വെക്കുക. അപ്പോൾ ഈ 4 അതർ എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് സൈഡിൽ ഡയറക്ടേഴ്സ് ഫീ വരുന്നുണ്ട്. ഡെബിറ്റ് സൈഡിൽ ഡയറക്ടേഴ്സ് ഫീ അത് നമ്മുടെ സാലറീസിന് താഴെയായിട്ട് മേലെന്ന് താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3, 4, 5, 6 ആറാമത്തെ ഐറ്റം. അത് കഴിഞ്ഞിട്ട് റെന്റ്, അത് കഴിഞ്ഞ് തൊട്ട് താഴെയുള്ളത്, പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഡിപ്രിസിയേഷൻ ആണ്. അതിനുശേഷം വരുന്ന ബാഡ് ഡെപ്റ്റ്, അത് അതർ എക്സ്പെൻസ് ആണ്. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് വരുന്നുണ്ട്. അത് നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ, ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് സൈഡിൽ തേർഡ് ഐറ്റം. പിന്നെ ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഞാൻ ആദ്യം തന്നെ അവിടെ എഴുതിയിരിക്കുന്ന 3000 മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ശ്രദ്ധിക്കുക. അഡ്ജസ്റ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ബി എന്ന് പറഞ്ഞ പോയിന്റ് നോക്കുക. അഡ്ജസ്റ്റ്മെന്റിൽ പ്രൊവൈഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ഓക്കെ. 4% ഓൺ ഡെപ്റ്റേഴ്സ്, അതായത് ഡെപ്റ്റേഴ്സിൽ നിന്ന് 4% ആണ് ഈ വർഷം പ്രൊവിഷൻ ആയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം മാറ്റി വെച്ചിരിക്കുന്നത് 3000 രൂപയാണ്. പക്ഷേ 4% എന്ത് നിലവിലുള്ള ഡെപ്റ്റേഴ്സിന്റെ 4% ഇപ്പോൾ മാറ്റി വെക്കേണ്ടത്. അപ്പൊ നിലവിൽ ഡെപ്റ്റേഴ്സ് എത്ര കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യത്തിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് 1,25,000 ആണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് സൈഡിൽ താഴത്തുനിന്ന് ഫസ്റ്റ് ഐറ്റം ആണ്. താഴത്തുനിന്ന് ഫസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഐറ്റം. ഓക്കെ. ഡെപ്റ്റേഴ്സ് 1,25,000 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1,25,000 4% എത്രയാണെന്ന് വെച്ചാൽ 5,000 റുപ്പീസ് ആണ്. ഓക്കെ. അപ്പോൾ നിലവിലുള്ള എമൗണ്ട് എത്രയാണ്? 3000 ആണ്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 5000 രൂപയാണ്. ഓക്കെ. അപ്പോൾ ഈ 5000ത്തിൽ നിന്ന് ഈ 3000 മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ഇവിടെ എഴുതാനായിട്ട്. അപ്പോൾ എത്ര വരുന്നത് എമൗണ്ട്? 5000ത്തിൽ നിന്ന് 3000 മൈനസ് ചെയ്യുമ്പോൾ വരുന്നത് 2000 ആണ്. ഓക്കെ. ഇനി ഒരു ഐറ്റം കൂടി ഇവിടെ താഴെയായിട്ട് ഏതാണ്ട്, അത് സൺട്രി എക്സ്പെൻസ് അല്ലെങ്കിൽ മിസ്ലേനിയസ് എക്സ്പെൻസ് ആണ്. ഓക്കെ. അതും നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സിന് തൊട്ട് മുകളിലായിട്ട്, ഡെബിറ്റ് സൈഡിൽ നമ്മളിപ്പോൾ കണ്ട ഡെപ്റ്റേഴ്സിന് തൊട്ട് മുകളിലായിട്ട് സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൺട്രി ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ മിസ്ലേനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ സൺട്രി എക്സ്പെൻസ് എത്രയാണ് എമൗണ്ട് വരുന്നത്? സൺട്രി എക്സ്പെൻസിന്റെ എമൗണ്ട് വരുന്നത് 18,000 ആണ്. ഓക്കെ. ബാഡ് ഡെപ്റ്റിന്റെ എമൗണ്ട് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 6,000 റുപ്പീസ് ആണ് ബാഡ് ഡെപ്റ്റിന്റെ എമൗണ്ട് വരുന്നത്. റെന്റിന്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 26,000 ആണ് റെന്റിന്റെ എമൗണ്ട് വരുന്നത്. ഡയറക്ടേഴ്സ് ഫീ 10,000 റുപ്പീസ് ആണ് ഡയറക്ടേഴ്സ് ഫീ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ 62,000 ആണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഈ 62,000 നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുക? ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിലേക്ക് മാറ്റുക. പ്രോഫിറ്റ് ലോസിലേക്ക് അതർ എക്സ്പെൻസിന് നേരെ എത്രയാണ് എമൗണ്ട് എഴുതേണ്ടതെന്ന് വെച്ചാൽ 62,000 ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ടോട്ടൽ റവന്യൂ എഴുതി വെച്ചു. പിന്നെ എക്സ്പെൻസ് ആയിട്ട് എത്ര ഐറ്റംസ് എഴുതി? പർച്ചേസ്, അതേപോലെ ചേഞ്ച് ഇൻ ഇൻവെന്ററീസ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, പിന്നെ അതർ എക്സ്പെൻസസ്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ എക്സ്പെൻസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ 3,80,000 വരുന്നുണ്ട്. 3,80,000 വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 80,000 ഇവിടെ മൈനസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. ഓക്കെ. 80,000 ഇവിടെ മൈനസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് ഇതിന് നേരെ എഴുതുക. ടോട്ടൽ എക്സ്പെൻസ് എന്ന് ഇതിന് നേരെ എഴുതുക. ഓക്കെ. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് വന്നിരിക്കുന്നത് 3,80,000. നമ്മൾ നേരത്തെ കണ്ടതാണ് ടോട്ടൽ റവന്യൂ വന്നിരിക്കുന്നത് 5,32,000 ആണ്. അപ്പോൾ റവന്യൂ ആണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ താഴെയായിട്ട് എഴുതുക പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് എഴുതുക. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്.
പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ റവന്യൂ വന്നിരിക്കുന്നത് 5,32,000 ആണ്, മൈനസ് 3,80,000. 3,80,000 വരുമ്പോൾ എമൗണ്ട് കിട്ടുന്നത് 1,52,000. 1,52,000 എന്താണ്, നമുക്ക് പ്രോഫിറ്റ് ആണ്, ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക, ചോദ്യത്തിൽ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നത് 50% എന്താണ്, നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സ്, അതായത് ടാക്സ് കൊടുക്കുന്നത് 50% ആണ്. അതായത് ലാഭം കിട്ടിയതിന്റെ 50% നമ്മൾ എന്താണ് ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇവിടെ താഴെയായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് എഴുതുക. പ്രൊവിഷൻ ഫോർ ടാക്സ് എത്രയാണ് എമൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ 1,52,000 50% ആണ്. അപ്പൊ 1,52,000 പകുതി തന്നെ. അപ്പൊ 1,52,000 പകുതി എത്രയാന്ന് വെച്ചാൽ 76,000 രൂപയാണ്. 1,52,000 50% എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ടാക്സ് വന്നു. അപ്പൊ ബാക്കി പ്രോഫിറ്റ്, ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പ്രോഫിറ്റ് എത്രയാണ്, 76,000 ആണ്. അപ്പൊ അത് ഇതിന് നേരെ എഴുതി വെക്കാം, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നീറ്റായിട്ട് എഴുതുക. ഓക്കെ, ആ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അത് കഴിഞ്ഞിട്ട് എഴുതുക ഏർണിംഗ് പെർ ഷെയർ, അതായത് ഒരു ഷെയറിന് എത്ര എമൗണ്ട് ആണ് ഏൺ ചെയ്തിരിക്കുന്നത് എന്നാണ്. അതായത് ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻകം എത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെലവാക്കാൻ പറ്റുന്ന ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര ഉണ്ട്, 76,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ 76,000 പ്രോഫിറ്റ് ഉണ്ട്. എത്ര ഷെയർ ടോട്ടലായിട്ട് വരുന്നുണ്ട്, നമ്പർ ഓഫ് ഷെയർ എത്രയാണ് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഷെയർ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് എത്രയാണ്, ക്രെഡിറ്റ് സൈഡിൽ ഷെയർ ക്യാപിറ്റൽ നേരെ 2 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നോക്കാനായിട്ടുള്ളത് നമ്മൾ ക്വസ്റ്റ്യന്റെ ആദ്യം കൊടുത്തിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഷെയറിന്റെ വില എന്താണ്, ഷെയറിന്റെ വില 100 രൂപയാണ്. ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്, ശ്രീദേവി ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ ഓഫ് ₹5 lakh ഡിവൈഡഡ് ഇൻറ്റു ₹100 ഈച്ച്. അതായത് ഒരു ഷെയറിന്റെ വില 100 രൂപയാണ്. അപ്പോൾ 2 ലക്ഷം ഷെയർ ആണ് അതിന്റെ എമൗണ്ട് ആണ് കയ്യിലുള്ളത്, ഒരു ഷെയറിന്റെ വില 100. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർ ഉണ്ടാവും, നമ്പർ ഓഫ് ഷെയർ 2,000 നമ്പർ ഓഫ് ഷെയർ എന്താണ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 2,000 ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ നിലവിൽ കമ്പനിക്ക് ഉണ്ടാവും. അപ്പോൾ ഈ 2,000 ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന എത്രയാണ്, 76,000 ഡിവൈഡഡ് ബൈ 2,000 എത്ര വരും, 38 രൂപ, 38.0. ഓക്കെ, 38 രൂപയാണ് ഒരു ഷെയർ ഹോൾഡർക്ക് ഡിവിഡൻഡ് ആയിട്ട് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോട്ട് വെച്ചിട്ട് ആദ്യം നോട്ടിലേക്ക് എഴുതിയിട്ട് പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അത് കുറച്ചൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു എന്താണ് വർക്കാണ്, അതായത് അല്ലെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ കൂടി എഴുതണം. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ ഫോർമാറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് തയ്യാറാക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചൊരു ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും, കാര്യം ഒരുപാട് ഐറ്റംസ് അതിൽ വരും. പിന്നെ ഇതിന്റെ നോട്ട്സ് നമ്മൾ തൊട്ടടുത്ത പേജിലാണ്, അതായത് തൊട്ടടുത്ത പേജിലാണ് ഇതിന്റെ നോട്ട്സ് നമ്മൾ എഴുതി വെക്കാൻ പോകുന്നത്. അത് പുതിയൊരു പേജിൽ തന്നെ നോട്ട്സ് എഴുതുകയാണ്. പക്ഷേ ഈ നോട്ടിന്റെ നമ്പർ നമ്മൾ എവിടെയാണോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിർത്തിയിരിക്കുന്നത് ആ നമ്പർ മുതലാണ് ഇതിന്റെ നമ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 എന്നല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കാര്യം അതിന്റെ അടുത്ത നമ്പർ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഓരോ ഐറ്റംസ് വെച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അത് വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് നമ്മൾ കമ്പനീസിന്റെ വരയ്ക്കുന്നത്. അപ്പോൾ കമ്പനീസിൽ ആദ്യം തന്നെ അസറ്റ് ആണ് നമ്മൾ എഴുതുക, അസറ്റ് കഴിഞ്ഞിട്ടാണ് ലയബിലിറ്റീസ്, ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് മെയിൻ ഹെഡിങ് ആയിട്ട് നിങ്ങൾ അസറ്റ്സ് എന്ന് എഴുതുക, അസറ്റ്സ് എന്ന് മെയിൻ ഹെഡിങ് എഴുതുക. അപ്പോൾ അതിനുശേഷം താഴെയായിട്ട് നോൺ കറന്റ് അസറ്റ്സ് എന്ന് എഴുതുക, നോൺ കറന്റ് അസറ്റ്സ്, അതായത് ലോങ് ടേം അസറ്റ്സ്, കറന്റ് അസറ്റ്സ് അല്ലാത്തത് ലോങ് ടേം അസറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ നോൺ കറന്റ് അസറ്റ്സിൽ ആദ്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അതിൽ ആ ട്രയൽ ബാലൻസിൽ എന്തൊക്കെയാണ് അസറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് വരുന്നുണ്ടോ, അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് വരുന്നതാണ് ബിൽഡിംഗ്, മെഷീനറി മുതലായവ. ഓക്കെ, ഈ നമ്മുടെ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിൽ ആദ്യത്തെ 2 എണ്ണം ബിൽഡിംഗ് ആൻഡ് മെഷീനറി, അത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് എഴുതുക. ഓക്കെ, പ്രോപ്പർട്ടി പ്ലാന്റ്
ആൻഡ് എക്യുപ്മെന്റ്. ഓക്കെ, ഇനി ഇതിന്റെ നോട്ട് തയ്യാറാക്കിയിട്ട് എത്ര ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിംഗിൽ എത്ര ഡിപ്രിസിയേഷൻ കുറയ്ക്കണം, അതേപോലെ മെഷീനറി എത്ര ഉണ്ട്, അതിന്റെ ഡിപ്രിസിയേഷൻ എത്ര കുറയ്ക്കണം, അത് എഴുതിയിട്ട് അതിന്റെ എമൗണ്ട് മാത്രം, ടോട്ടൽ എമൗണ്ട് മാത്രം ഇവിടെ എഴുതുക. ആ നോട്ട് നമ്പറും ഇവിടേക്ക് എഴുതുക. ഓക്കെ, നോട്ട് നമ്പർ 8 ആണ് നമ്മൾ ഇതുവരെ എഴുതിയത്. നോട്ട് നമ്പർ 7 വരെയാണ് എഴുതിയത്. അപ്പോൾ ഇനി വരുന്നത് നോട്ട് നമ്പർ 8 ആണ്. അതിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിനെ കുറിച്ചിട്ടാണ് എഴുതാനായിട്ടുള്ളത്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിൽ ആദ്യമായിട്ട് ബിൽഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ ബിൽഡിങ്സിന്റെ എമൗണ്ട് നമ്മുടെ ട്രയൽ ബാലൻസിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2,90,000 രൂപയാണ് ബിൽഡിങ്ങിന്റെ എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന്റെ ഡിപ്രിസിയേഷൻ, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എത്ര വരുന്നതെന്ന് വെച്ചാൽ ബിൽഡിങ്ങിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 8,000 രൂപ ബിൽഡിങ്ങിൽ ഓൾറെഡി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിലേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് വെച്ച് കാണുമ്പോൾ എത്രയാണ് ടോട്ടലായിട്ട് ഡിപ്രിസിയേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. അതായത് സ്ഥാപനം എത്രയാണ് ഈ ബിൽഡിങ്ങിന് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കണമെങ്കിൽ ട്രയൽ ബാലൻസിൽ കൊടുത്താൽ ശ്രദ്ധിക്കുക. ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ആയിട്ട് ബിൽഡിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് 50,000 ആണ്. ട്രയൽ ബാലൻസിൽ ഇവിടെ ശ്രദ്ധിക്കുക, ബിൽഡിങ്ങിന് കൊടുത്തിരിക്കുന്ന ഡിപ്രിസിയേഷൻ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ 50,000 ആണ്. ഓക്കെ, അപ്പോൾ അത് മൈനസ് ചെയ്യാം. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇന്നർ എമൗണ്ട് കോളത്തിൽ 2,40,000 രൂപ എഴുതി വെക്കുക. ഓക്കെ, 2,40,000 രൂപ ഇവിടെ എഴുതി വെക്കുക. മെഷീനറി ആണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. അപ്പോൾ മെഷീനറിന്റെ എമൗണ്ട് ക്വസ്റ്റനിൽ എത്ര പറയുന്നത്? 1 lakh ആണ് മെഷീനറിന്റെ എമൗണ്ട് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡിപ്രിസിയേഷൻ ആയിട്ട്, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആയിട്ട് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷനിൽ എന്താണ് ട്രയൽ ബാലൻസിൽ പറയുന്നത്? അത് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആയിട്ട് പറയുന്നത് 55,000 ആണ്. ഓക്കെ, 55,000 ആണ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ആയിട്ട് ക്വസ്റ്റനിൽ പറയുന്നത്. അപ്പോൾ 1 lakhൽ നിന്ന് 55,000 മൈനസ് ചെയ്യുമ്പോൾ 45,000 ആണ് വരുന്നത്. 45,000 ആണ് വരുന്നത്. ഇവിടെ 2,40,000, ഇവിടെ 45,000 ആണ് വരുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2,85,000 ആണ് ടോട്ടൽ വാല്യൂ ആയിട്ട് വരുന്നത്. എന്തിന്റെ ടോട്ടൽ വാല്യൂ? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ടോട്ടൽ വാല്യൂ ആയിട്ട് വരുന്നത് 2,85,000 ആണ്. ഈ എമൗണ്ട് ആണ് നമ്മൾ എടുത്തിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് 85,000 നമ്മളിവിടെ എഴുതി. അതിന് നോട്ട് നമ്പർ 8 എന്നുള്ള എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് എഴുതുന്നത് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ അസറ്റ്സിൽ നമുക്കുള്ളത് നോൺ കറന്റ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെയാണ് ഫിനാൻഷ്യൽ അസറ്റ്. നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് കാശ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ അസറ്റ് ആണ്. അത് ഒരു വർഷത്തിന് മുകളിൽ അതിന് മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് നോൺ കറന്റ് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോട്ടിൽ അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ബാലൻസിൽ ഡെബിറ്റ് സൈഡിൽ ഏകദേശം താഴത്തുനിന്ന് ഒരു 7ാമത്തെ ഐറ്റം, മുകളിലേക്കുള്ള 7ാമത്തെ ഐറ്റം നോക്കുക. 12,000 ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് ഓഫ് ₹8 പെയ്ഡ് അപ്പ് ₹1,20,000. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അത്രയും ഷെയറുകൾ നമ്മൾ മറ്റൊരു എ ലിമിറ്റഡിന്റെ ഷെയറുകൾ ഈ ശ്രീലക്ഷ്മി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ്. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ 12,000 ഡിബഞ്ചേഴ്സ് അല്ല, ഷെയർ ആണ്. ഡിബഞ്ചേഴ്സ് അല്ല, ഷെയർ ആണ്, ഷെയർസ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എമൗണ്ട് എത്ര വരുന്നത്? 1,20,000 വരുന്നത്. ഓക്കെ, 1,20,000 വരുന്നത്. അപ്പോൾ ഈ എമൗണ്ട് എടുത്തിട്ട് എങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം? നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തിട്ട് എഴുതി. ഇതിലേക്ക് നമ്മൾ ആ എമൗണ്ട് എടുത്ത് എഴുതി, നമ്മളെ നോട്ട് നമ്പർ എടുത്ത് എഴുതി, അതേപോലെ ഇതിന്റെ എമൗണ്ട് എടുത്ത് എഴുതി. ഇനി അടുത്തതായിട്ട് കറന്റ് അസറ്റ്സ് ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ കറന്റ് അസറ്റ്സിൽ ആദ്യമായിട്ട് വരുന്നത് ഇൻവെന്ററീസ് ആണ്. സ്റ്റോക്ക് പോലുള്ള ഇൻവെന്ററീസ് ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് നമ്മുടെ നോട്ടിൽ അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ എമൗണ്ട് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നോട്ട്സിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് 10ാമത്തെ നോട്ടാണ്, ഇൻവെന്ററീസ്. അതിൽ ഫസ്റ്റ് തന്നെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ 3ാമത്തെ ഐറ്റം ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് 90,000. അത് കഴിഞ്ഞിട്ട് ലൂസ് ടൂൾസ്, അതും ഡെബിറ്റ് സൈഡിൽ തന്നെ താഴെ നിന്ന് മേലോട്ടേക്കുള്ള 5ാമത്തെ ഐറ്റം ആണ് എത്ര? 23,000. അതായത് 90,000ഉം 23,000 കൂടി ആഡ് ചെയ്യുമ്പോൾ 1,13,000. ആ എമൗണ്ട് എടുത്ത് നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലേക്കാണ് എഴുതേണ്ടത്. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഇൻവെന്ററീസിന്റെ എമൗണ്ട് അതിന് നോട്ട് നമ്പർ എഴുതി അതിന്റെ എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കറന്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അപ്പോൾ നോൺ കറന്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഇതിന് മുകളിലായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. കറന്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്, അതായത് ഒരു വർഷത്തിന് താഴെ മെച്യൂരിറ്റി വരുന്ന ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അതിൽ ട്രേഡ് റിസീവബിൾ വരുന്നുണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസ് വരുന്നുണ്ട്, പിന്നെ അതർ ഫിനാൻഷ്യൽ അസറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും നമുക്ക് നമ്മുടെ നോട്ടിൽ അതിന്റെ എന്താണ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയതിന് ശേഷം എന്താണ് ആ എമൗണ്ട്സ് എടുത്തിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, നോട്ട് നമ്പർ 11 ട്രേഡ് റിസീവബിൾസ് ആണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ എഴുതുന്നത് ട്രേഡ് ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ അതെ ഡെബിറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബാങ്കിന് തൊട്ട് മുകളിലായിട്ട് ഡെപ്റ്റേഴ്സിന് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് 1,25,000 ആണ് ക്വസ്റ്റ്യനിൽ അവിടെ ട്രയൽ ബാലൻസിൽ കാണുന്നത്. പിന്നെ ഇവിടെ പറയുന്നത്, അപ്പോൾ ഇവിടെ ഉള്ളത് 1,25,000 ആണ്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട്, നമുക്കറിയാം, അതായത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സിൽ പറയുന്നുണ്ട് പ്രൊവൈഡ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അറ്റ് ദ റേറ്റ് 4% ഓൺ ഡെപ്റ്റേഴ്സ്. അതായത് ന്യൂ പ്രൊവിഷൻ, ഡെപ്റ്റേഴ്സിന്റെ ന്യൂ പ്രൊവിഷൻ പറയുന്നത് 5,000 റുപ്പീസ് ആണ്. ഓക്കെ, അതായത് ഈ 1,25,000ന്റെ 4% ആണ് ന്യൂ പ്രൊവിഷൻ. അത് മൈനസ് ചെയ്തിട്ട് 1,20,000 ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ആ ന്യൂ പ്രൊവിഷൻ മാത്രം നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് മൈനസ് ചെയ്താൽ മതി, ബാലൻസ് ഷീറ്റിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് 12ാമത്തെ നോട്ട്. 12ാമത്തെ നോട്ട് ശ്രദ്ധിക്കാം. 12ാമത്തെ നോട്ടിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസ്, അപ്പൊ അതിൽ ബാങ്ക് ബാലൻസ് മാത്രമേ വരുന്നുള്ളൂ. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസിൽ ബാങ്ക് ബാലൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ബാങ്കിൽ എത്ര ഉള്ളതെന്ന് നമ്മുടെ ട്രയൽ ബാലൻസിൽ കണ്ടാൽ അറിയാം. 30,000 രൂപയാണ് ബാങ്കിലുള്ളത്. ഓക്കെ, അതാണ് 12ാമത്തെ നോട്ടിൽ നമ്മൾ എഴുതാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 13ാമത്തെ നോട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ അതർ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അതർ ഫിനാൻഷ്യൽ അസറ്റ്സ്. അപ്പൊ അതില് ട്രയൽ ബാലൻസിൽ ശ്രദ്ധിക്കുക, അഡ്വാൻസ് ടാക്സ്, ട്രയൽ ബാലൻസിൽ കൊടുത്തിരിക്കുന്ന അഡ്വാൻസ് ടാക്സ് അതർ ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഡെബിറ്റ് സൈഡിൽ മുകളിലേക്കുള്ള 4ാമത്തെ ഐറ്റം. ഓക്കെ, അഡ്വാൻസ് ടാക്സ് അതിന്റെ എമൗണ്ട് വരുന്നത് 60,000 ആണ്. അതിന്റെ എമൗണ്ട് വരുന്നത് 60,000 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതർ കറന്റ് അസറ്റ്സിൽ നമുക്ക് 14ാമത്തെ നോട്ടിൽ പറയുന്നത് അതർ കറന്റ് അസറ്റ്സ് ആണ്. അതർ കറന്റ് അസറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ അതർ കറന്റ് അസറ്റ്സിൽ വരുന്നത് ഇൻട്രസ്റ്റ് എക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഇൻട്രസ്റ്റ് എക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ താഴത്തുനിന്ന് 2ാമത്തെ ഐറ്റം ഇൻട്രസ്റ്റ് എക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്. 14ാമത്തെ നോട്ടിൽ അതർ കറന്റ് അസറ്റ്സ് ആണ്. അതർ കറന്റ് അസറ്റ്സ് അതിൽ ഇൻട്രസ്റ്റ് എക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ്, അത് ഡെബിറ്റ് സൈഡിൽ തന്നെ ബാഡ് ഡെപ്സിന് താഴെയായിട്ട് കാണാം 2,000 റുപ്പീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് നമ്മുടെ നോട്ടിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് എടുത്തിട്ട് നമ്മുടെ കറന്റ് അസറ്റ്സിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഓരോ ഐറ്റത്തിന് നേരെയായിട്ടും നമുക്ക് എന്താണ് എമൗണ്ട് എഴുതാം. ആ നോട്ട് നമ്പറും കൃത്യമായിട്ട് എഴുതി വെക്കാം. ഓക്കെ, എഴുതിയ ഓരോ ഐറ്റംസ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും ടോട്ടൽ എടുത്തിട്ട് താഴെ എഴുതുക. അപ്പോൾ ടോട്ടൽ വരുന്നത് 7,30,000 ആണ്. ഓക്കെ, ടോട്ടൽ താഴെ എഴുതുക. അതിന് നേരെയായിട്ട് ടോട്ടൽ അസറ്റ്സ് എന്ന് എഴുതുക. ടോട്ടൽ അസറ്റ്സ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അസറ്റ്സ് ആയി. അപ്പോൾ നോർമൽ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ബാലൻസ് ഷീറ്റിൽ ഈ ടോട്ടൽ അസറ്റ് ഒരു സൈഡിലും ലയബിലിറ്റീസ് മറ്റൊരു സൈഡിലുമാണ് എഴുതുക. പക്ഷേ ഇത് നമ്മുടെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ആയതുകൊണ്ട് വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് എഴുതുന്നത്. അപ്പോൾ ആദ്യം അസറ്റ്സ് ഒക്കെ എഴുതിയിട്ട് അതിന് താഴെയാണ് ലയബിലിറ്റീസ് എഴുതുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ അസറ്റ്സ് ഒക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് താഴെയായിട്ട് എഴുതാനുള്ളത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ആദ്യം തന്നെ ഇക്വിറ്റീസ് എഴുതണം. ഇക്വിറ്റീസ് മീൻസ് ഓണേഴ്സ് ഫണ്ടാണ്. കമ്പനിയിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഫണ്ടാണ് ഇക്വിറ്റി എന്ന് വെച്ചാൽ. അത് കഴിഞ്ഞിട്ട് ലയബിലിറ്റീസ് എഴുതണം. ഓക്കെ, താഴെ ഇക്വിറ്റി എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ക്യാപിറ്റലും അതർ ഇക്വിറ്റീസും ആണ് എഴുതാനായിട്ടുള്ളത്.
അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് നമുക്ക് നോട്ടിൽ എഴുതിയതിന് ശേഷം അതിൻ്റെ നോട്ട് നമ്പർ അടക്കം നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതേണ്ടതാണ്. ഓക്കെ, 15 എഴുതുക. അത് ഷെയർ ക്യാപിറ്റലാണ്. ആദ്യമായിട്ട് എഴുതേണ്ടത് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. ഓക്കെ, ഓതറൈസ്ഡ് ക്യാപിറ്റലാണ് ആദ്യമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ കാണുന്ന എന്താണ്, ശ്രീദേവി ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ. അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിവിടെ എഴുതുക. എത്ര ഷെയർ ആണുള്ളത്? 5000 ഷെയർസ് ആണുള്ളത്. 5000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്. ഓക്കെ, അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉള്ളത് 5 lakh ആണ്. അത് നമ്മൾ നോട്ടിൽ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. ഓക്കെ, 5 lakh ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉള്ളത്. ഇനി താഴെയായിട്ട് ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് അപ്പ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് അപ്പ്, ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പോൾ എത്രയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ ഇഷ്യൂഡ്? ഇതൊക്കെ ഇതിൽ സെയിം ആ വരുന്നത്. കാര്യം ഇഷ്യൂ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ പെയ്ഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2000 ഷെയറുകളാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓഫ് ₹100 ഈച്ച്. അപ്പോൾ 2 lakh എമൗണ്ട് വരുന്നത് 2 lakh ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെയർ ക്യാപിറ്റലിന്റെ എന്താണ് നമ്മുടെ ആ നേരെ, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ ഷെയർ ക്യാപിറ്റൽ നേരെ എഴുതേണ്ടത് ഈ 2 lakh ആണ് എമൗണ്ട്. ഓക്കെ, സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റലാണ് എഴുതാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനി നോട്ട് നമ്പർ 16 വരുന്നത് അതർ ഇക്വിറ്റി ആണ്. അതർ ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ അതർ ഇക്വിറ്റിയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ജനറൽ റിസർവ് ആണ് അതർ ഇക്വിറ്റിയിൽ വരുന്നത്. അത് നമ്മുടെ ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട്, ജനറൽ റിസർവ്. ഓക്കെ, അപ്പോൾ ജനറൽ റിസർവിന്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40,000 ആണ് ജനറൽ റിസർവിന്റെ എമൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സർപ്ലസ് ഡെഫിസിറ്റ് ഇൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ്, അതായത് പ്രോഫിറ്റ് ലോസിൽ വന്ന ലാഭമോ നഷ്ടമോ അതും നമ്മൾ എന്താണ് ഇവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തത്, അപ്പോൾ ജനറൽ റിസർവിന് ശേഷം നമ്മൾ എഴുതേണ്ടത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസിന് ഒരു ഡാഷ് ഇടുക, എന്നിട്ട് ഡെഫിസിറ്റ് ആണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഇൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ്. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസിൽ വന്നിരിക്കുന്നത് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. അപ്പോൾ ലാഭമാണെങ്കിൽ സർപ്ലസ് ആണ്, ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ നഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് തയ്യാറാക്കിയപ്പോൾ കിട്ടിയത് സർപ്ലസ് ആയിരുന്നു, പ്രോഫിറ്റ് ആയിരുന്നു കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ എഴുതുന്നത് ബാലൻസ് അറ്റ് ബിഗിനിങ് ആണ്. അതായത് നമ്മുടെ ട്രയൽ ബാലൻസിൽ ഒരു പ്രോഫിറ്റ് ലോസ് കൊടുത്തിട്ടുണ്ട്, അതാണ് ആദ്യമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ. നിലവിലെ നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് നമുക്ക് എന്താണ് തയ്യാറാക്കിയപ്പോൾ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ആണ് ഇത് 76,000. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 1,01,000 rupees ആണ് അതർ ഇക്വിറ്റിയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് 40,000ഉം 1,01,000ഉം ഇത് രണ്ടും കൂടി നിങ്ങൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ 1,41,000 വരും. ഇതാണെന്ത് ഇതിന്റെ ടോട്ടൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് എമൗണ്ടും, അതായത് ഈ 2 lakh എടുത്തിട്ട് ഷെയർ ക്യാപിറ്റലിന് നേരെയും ഈ 1,41,000 എടുത്തിട്ട് നമ്മുടെ അതർ ഇക്വിറ്റിക്ക് നേരെയും നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് എടുത്തിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റലിന് നേരെ നമ്മുടെ നോട്ട് നമ്പർ എഴുതുക, പിന്നെ ഇതിന്റെ എമൗണ്ട് 2 lakh. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതർ ഇക്വിറ്റിക്ക് നേരെ നോട്ട് നമ്പർ, പിന്നെ അതിന്റെ എമൗണ്ട് 1,41,000. അപ്പോൾ ഇക്വിറ്റി കംപ്ലീറ്റ് ആയി. ഇത് രണ്ടുമാണ് ഇക്വിറ്റിയിൽ വരുന്നത്. ഇനി അടുത്ത മെയിൻ ഹെഡിങ് വരുന്നത് ലയബിലിറ്റീസ് ആണ്. ഓക്കെ, ലയബിലിറ്റീസ് ആണ് ഹെഡിങ് വരുന്നത്. അപ്പോൾ ലയബിലിറ്റീസിൽ നോൺ കറന്റ് ലയബിലിറ്റിയും വരുന്നുണ്ട്, കറന്റ് ലയബിലിറ്റിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലയബിലിറ്റീസിൽ ആദ്യമായിട്ട് നോൺ കറന്റ് ലയബിലിറ്റി ആണ് വരുന്നത്. അപ്പോൾ നോൺ കറന്റ് ലയബിലിറ്റീസിൽ ആദ്യമായിട്ട് ബോറോയിങ്സ് ആണ് വരുന്നത്. ഓക്കെ, ബോറോയിങ്സ് ആണ് വരുന്നത്. നിങ്ങൾ ഇതിന്റെ ഫോർമാറ്റ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ക്വസ്റ്റ്യൻ ചെയ്യുന്ന നേരത്ത് അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ആ ഫോർമാറ്റ് അനുസരിച്ചിട്ടാണ് ഈ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ബോറോയിങ്സിൽ ലോങ് ടേം ബോറോയിങ് എത്രയാണെന്നുള്ളത് നമ്മൾ എന്താണ് എഴുതി വെക്കണം. അപ്പോൾ ആദ്യം അത് നോട്ടിൽ എഴുതിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, 17ാം നമ്പറാണ്. അത് ലോങ് ടേം ബോറോയിങ്സ് എഴുതുക. അത് 14% ഡിബെഞ്ചേഴ്സ് നമ്മൾ വാങ്ങിയതാണ് ലോങ് ടേം ബോറോയിങ് ആയിട്ട്, ലോങ് ടേം ലയബിലിറ്റി ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന്റെ എമൗണ്ട് വരുന്നത് 2 lakh ആണ്. ഓക്കെ, അതിന്റെ എമൗണ്ട് വരുന്നത് 2 lakh ആണ്. ഈ 2 lakh എടുത്തിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, ബോറോയിങ്സിന് നേരെ നോട്ട് നമ്പർ എത്രയാണ് വരുന്നത്? 17 വരുന്നത്. അതിന് നേരെ 2 lakh എമൗണ്ട്
2 lakh എടുത്തിട്ട് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് കറന്റ് ലയബിലിറ്റീസും പിന്നെ അതിനുള്ളിൽ വരുന്ന ഐറ്റംസുമാണ് എടുത്ത് എഴുതാനായിട്ടുള്ളത്. ഓക്കെ, അതും എന്താണ് ആദ്യം എഴുതിയതിന് ശേഷം അതിന് നോട്ട് തയ്യാറാക്കിയിട്ട് അതിന്റെ എമൗണ്ട് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, കറന്റ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ കറന്റ് ലയബിലിറ്റീസ് ആദ്യമായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ്. ആ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിന്റെ ഉള്ളിൽ വരുന്നത് ട്രേഡ് പേയബിൾസ് ആണ് ആദ്യമായിട്ട് വരുന്നത്. ട്രേഡ് പേയബിൾസ്. ഓക്കെ, അതാണ് കറന്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് വരുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ലയബിലിറ്റിക്ക് പുറമെ അതർ കറന്റ് ലയബിലിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, അതർ കറന്റ് ലയബിലിറ്റീസ്. അത് കഴിഞ്ഞിട്ട് പ്രൊവിഷൻസ് വരുന്നുണ്ട്. ഓക്കെ, പ്രൊവിഷൻസ് വരുന്നുണ്ട്. അത് എന്താണ് ഷോർട്ട് ടേം പ്രൊവിഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ എന്താണ് എമൗണ്ട് നോട്ടിൽ നിന്ന് നമ്മൾ തയ്യാറാക്കിയിട്ട് ആ എമൗണ്ട് എടുത്തിട്ട് നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, കറന്റ് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾസ് ആണ് ആദ്യത്തെ കറന്റ് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. അതിന് നോട്ട് നമ്പർ 18 കൊടുക്കാം. ട്രേഡ് പേയബിൾസ്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ എമൗണ്ട് എത്രയാണ് വരുന്നത്? നമ്മുടെ ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട് 92,000 ആണ് എമൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 19ാമത്തെ നമ്പറിൽ വരുന്നത് അതർ കറന്റ് ലയബിലിറ്റീസ് ആണ്. ഓക്കെ, അതർ കറന്റ് ലയബിലിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ അതർ കറന്റ് ലയബിലിറ്റീസിൽ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്കെ, അപ്പോൾ അതർ കറന്റ് ലയബിലിറ്റീസിൽ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ ആണ്. നമ്മുടെ ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ താഴത്തുനിന്ന് മേലോട്ടേക്കുള്ള 3ാമത്തെ ഐറ്റമാണ്. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് താഴത്തുനിന്ന് മേലോട്ടേക്കുള്ള ഫസ്റ്റ് ഐറ്റമാണ് അൺക്ലെയിംഡ് ഡിവിഡൻഡ്. അതാണ് ഇവിടെ അൺപെയ്ഡ് ഡിവിഡൻഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങും ക്രെഡിറ്റ് സൈഡിൽ എന്താണ് മേലെന്ന് താഴോട്ടേക്ക് 2ാമത്തെ ഐറ്റം സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, ഈ 3 ഐറ്റംസ് ആണ് എഴുതേണ്ടത്. ഇതിന്റെ എമൗണ്ട് വരുന്നത് 14,000 ആണ്. അൺപെയ്ഡ് ഡിവിഡൻഡിന്റെ എമൗണ്ട് 5,000 ആണ്. ഓക്കെ, സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ എമൗണ്ട് വരുന്നത് 2,000 ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 21,000 ആണ് അതർ കറന്റ് ലയബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 19 എന്താണ് അതർ കറന്റ് ലയബിലിറ്റീസിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്രൂഡ്, അതേപോലെ അൺപെയ്ഡ് ഡിവിഡൻഡ്, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ എഴുതി. ഇനി 20ാമത്തത് വരുന്നത് പ്രൊവിഷൻസ് ആണ്. ഓക്കെ, പ്രൊവിഷൻസ് ആണ് 20ാമത്തായിട്ട് വരുന്നത്. അത് ഷോർട്ട് ടേം പ്രൊവിഷൻസ്. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് മാത്രമാണുള്ളത്. അത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എഴുതുന്ന നേരത്ത് എത്രയാണ് ടാക്സിലേക്ക് മാറ്റേണ്ട എമൗണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. അതായത് പ്രോഫിറ്റ് കിട്ടിയതിൽ നിന്ന് 50% ടാക്സിലേക്ക് മാറ്റുക എന്നുള്ളത് കണ്ടതാണ്. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയിരുന്നത് 1,52,000 രൂപയായിരുന്നു. അതിന് പകുതി മാറ്റി 50% മാറ്റിയപ്പോൾ 76,000 രൂപയാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പോൾ എഴുതുക പ്രൊവിഷൻ ഫോർ കറന്റ് ടാക്സ് എത്രയാണ് എമൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ 76,000 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഐറ്റംസ്, ഇത് 21,000, അതേപോലെ ഈ 92,000, ഇത് 3ഉം നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് നമുക്ക് മാറ്റി എഴുതണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്താണ് ട്രേഡ് പേയബിളിന് നേരെ നമ്മുടെ നോട്ട് നമ്പർ എഴുതുക. നോട്ട് നമ്പർ വരുന്നത് 18 ആണ്. അതിന്റെ എമൗണ്ട് വരുന്നത് 92,000 ആണ്. ഓക്കെ, 92,000 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതർ കറന്റ് ലയബിലിറ്റീസ് വരുന്നത് എന്താണ് അതിന്റെ നോട്ട് നമ്പർ 19 ആണ്. അതിന്റെ എമൗണ്ട് വരുന്നത് 21,000 ആണ്. അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്താണ് ട്രേഡ് പേയബിളിന് നേരെ നമ്മുടെ നോട്ട് നമ്പർ എഴുതുക. നോട്ട് നമ്പർ വരുന്നത് 18 ആണ്. അതിന്റെ എമൗണ്ട് വരുന്നത് 92,000 ആണ്. ഓക്കെ, 92,000 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതർ കറന്റ് ലയബിലിറ്റീസ് വരുന്നത് എന്താണ് അതിന്റെ നോട്ട് നമ്പർ 19 ആണ്. അതിന്റെ എമൗണ്ട് വരുന്നത് 21,000 ആണ്. അതേപോലെ അടുത്തത് പ്രൊവിഷൻസ് ഫോർ കറന്റ് ടാക്സ് നമ്മളിവിടെ എഴുതി 76,000. ഇനി ഇതിന്റെ ഈ ഒരു എമൗണ്ട്, അതേപോലെ ഈ നോട്ട് നമ്പർ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലേക്കാണ് മാറ്റി എഴുതേണ്ടതായിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ പ്രൊവിഷൻസിൽ എന്താണ് നമ്മൾ നേരത്തെ 76,000 രൂപ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യാണ് വേണ്ടത്. അതായത് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വിറ്റി മുതൽ
ഇക്വിറ്റി, അതേപോലെ നോൺ കറന്റ് ലയബിലിറ്റി, പിന്നെ കറന്റ് ലയബിലിറ്റി എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് വരുമ്പോൾ 7,30,000 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അസറ്റ്സിന്റെ ടോട്ടൽ എന്തായിരുന്നു? 7,30,000 രൂപയായിരുന്നു. അപ്പോൾ രണ്ടും ടോട്ടൽ എന്താണ്? ടാലി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് കൃത്യമാണ്. ഇനി ഒരു ഐറ്റം കൂടി നമുക്ക് എഴുതാനായിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ കോണ്ടിജന്റ് ലയബിലിറ്റീസ് ആണ്. ഇതിന് താഴെ എഴുതേണ്ടതാണ്. ലയബിലിറ്റി എഴുതി കഴിഞ്ഞതിന് ശേഷം താഴെ എഴുതേണ്ടതാണ് കോണ്ടിജന്റ് ലയബിലിറ്റി. കോണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെന്റ്സ്, അതായത് ഡിവിഡൻഡ് കൊടുക്കുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ എഴുതി ചേർക്കാനായിട്ടുള്ളത്. അതും കൂടി നമ്മൾ എഴുതണം. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ അത് ചോദിക്കില്ല. എന്നാൽ നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഭാഗമായിട്ട് ഇതും കൂടി വരുന്നത് കൊണ്ട് നമ്മളിത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ രണ്ട് ലയബിലിറ്റി അസറ്റും ഈക്വലാക്കി വെച്ചാൽ തന്നെ മാർക്ക് ഫുള്ളായിട്ട് കിട്ടേണ്ടതാണ്. ഓക്കെ, ഇതും കൂടി ഒന്ന് എഴുതി വെക്കുന്നത് മാത്രമേ ഉള്ളൂ ആൻസറിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് നോട്ടിലേക്ക് എഴുതിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. കോണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെന്റ്സിൽ കോണ്ടിജന്റ് ലയബിലിറ്റീസിൽ ഒന്നും വരുന്നില്ല. കോണ്ടിജന്റ് ലയബിലിറ്റീസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ബാധ്യതകൾ. കോണ്ടിജന്റ് മീൻസ് ഒരു പെട്ടെന്നൊരു ഇവന്റിൽ എന്തെങ്കിലും ഒരു നമുക്ക് വിചാരിക്കാതെ വരുന്ന ഒരു സംഗതിയാണ് കോണ്ടിജൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ലയബിലിറ്റി ഇല്ല ഇവിടെ. പിന്നെ കമ്മിറ്റ്മെന്റ്സിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക. അതിൽ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സിൽ ഡയറക്ടേഴ്സ് റെക്കമെൻഡ് എ ഡിവിഡൻഡ് അറ്റ് 25%, അതായത് ഡിവിഡൻഡ് 25% കൊടുക്കുന്ന ഡയറക്ടേഴ്സ് പറയുന്നുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് 2 ലക്ഷമാണ് ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. അതിന് 25% എന്ന് പറയുമ്പോൾ 50,000 രൂപ ഡിവിഡൻഡ് ആയിട്ട്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇത്ര എമൗണ്ട് കൊടുക്കണം എന്നാണ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഡിവിഡൻഡിന് ഒരു കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിന്റെ റേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 17.472% ആയിരിക്കും. ഓക്കെ, ഇത് കൃത്യമായൊരു പെർസെന്റ് ആണ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എത്രയാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്നുള്ളത്. അത് 17.472%. അതായത് 50,000ന്റെ 17.472% എന്ന് പറയുമ്പോൾ അത് 8,736 രൂപ വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 58,736 വരും. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് മാറ്റി എഴുതാം. ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെന്റ്സിന് നേരെ നമ്മുടെ നോട്ട് നമ്പർ 21 എന്ന് എഴുതി വെക്കുക. അതിന് നേരെയായിട്ട് 58,736. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ കൂടി കഴിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസും അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും തയ്യാറാക്കി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് രണ്ടും ചെയ്തു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കുറേ ടൈം കൺസ്യൂമിംഗ് ആണ്, വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. അത് 1-2 വട്ടം നമ്മളൊന്ന് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് കുറച്ചെങ്കിലും ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എഴുതി ഉടനെ തന്നെ നമ്മളൊന്നും കൂടി അത് നോക്കിയിട്ട് ഓരോന്ന് എവിടുന്നാണ് വന്നത് നോക്കണം. പിന്നെ ആ ഫോർമാറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഇത്രയും വലിയൊരു ചോദ്യം ഒരിക്കലും എക്സാമിനേഷന് ചോദിക്കില്ല. അത് ചോദിക്കുകയാണെങ്കിൽ വളരെ ടൈം കൺസ്യൂമിംഗ് ആണത്. ഓക്കെ, അപ്പോൾ ഏറി വന്നാൽ ചിലപ്പോൾ ചെറിയ പോയിന്റ്സോട് കൂടിയിട്ട് ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസോ മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ.